ഇന്ന് നമുക്ക് വറുത്തരച്ചൊരു ചിക്കൻ കറി വെച്ചാലോ. ആദ്യം തന്നെ പാൻ ചൂടാക്കി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് പെരുംജീരകം, ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട ഇവയെല്ലാം ചേർത്ത് നന്നായി വഴറ്റുക. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് വഴറ്റിയെടുക്കാം. അതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വഴറ്റണം കേട്ടോ. ഇപ്പൊ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് മല്ലിപ്പൊടി ഇട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റുക. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റി പച്ചമണം മാറി കഴിയുമ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി ചൂടാറാനായി വെക്കാം. ഇനി ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് ആദ്യം വറുത്ത് വെച്ച തേങ്ങയും പൊടികളും ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് അരച്ച് മാറ്റി വയ്ക്കുക. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പച്ചമുളക് ഇട്ട് വഴറ്റിയെടുക്കുക. പച്ചമുളക് ഒന്ന് വഴണ്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി പച്ചമണം മാറുന്ന വരെ വഴറ്റുക. ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നീളത്തിനരിഞ്ഞ സവാള ചേർത്ത് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് ഇത് സഹായിക്കും. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി അല്പനേരം മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ അരച്ചു വെച്ച അരപ്പിലോട്ട് ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ കഴിക്കാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.